ഒട്ടേറെ മറകൾ. എത്ര സ്പഷ്ടം! ആ മറയൊന്നും മാറ്റൂ. ആത്മാവ് തെളിഞ്ഞാൽ എനിക്ക് എന്നെ കിട്ടുന്നു. ഇപ്പൊ എന്നെ നഷ്ടപ്പെട്ടിരിക്കുക, അതുകൊണ്ടാണ് ദുഃഖം. എനിക്ക് എന്നെ കിട്ടുന്നു. ആ മറയൊന്നു മാറ്റൂ. ആ മറ മാറി ശുദ്ധാനന്ദരൂപമായി സ്പഷ്ടമായി ആത്മാവ് തെളിയും. ഇതാണ് നിയമം. അതുകൊണ്ട് അറിവുള്ളവരിൽ നിന്ന് ആത്മാവിനെ കുറിച്ച് കേൾക്കണം. അല്ലാതെ എന്തെങ്കിലും കേട്ട് അവിടെ ഈശ്വരനുണ്ട്, അവിടെ ഒരു സിദ്ധനുണ്ട്, ആ സിദ്ധന്റെ അടുത്ത് പോയാൽ ഒക്കെ കിട്ടും, ഒന്നും കിട്ടില്ല. ഇതറിയാതെ പോവുകയാണെങ്കിൽ ഒന്നും കിട്ടിയില്ലെന്നല്ല, കൂടുതൽ ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഇതറിഞ്ഞുകൊണ്ട് എവിടെ വേണോ കോവിലിൽ പോകുന്നു. അല്ല സാർ, ഞാൻ ഇന്നലെ ആ ദീപാരാധന തൊഴുതപ്പോ എനിക്ക് എന്ത് സുഖമായിരുന്നു. എടോ, അത് ഇയാൾക്ക് സുഖം കിട്ടിയത് ആ ദീപാരാധനയും അവിടുത്തെ മന്ത്രോച്ചാരണവും കൊട്ടും വാദ്യവും ഒക്കെ കേട്ടപ്പോ ഇയാളുടെ മനസ്സ് ഭേദചിന്തയും രാഗദ്വേഷവും പോയി അല്പം ഏകാഗ്രപ്പെട്ടു. അല്ലാതെ അവിടെ ഇരിക്കുന്ന ദേവൻ കുറെ സുഖം ഇങ്ങനെ ഉള്ളിലേക്ക് കടത്തിവിട്ടിട്ടാണോ നിങ്ങൾ സുഖിച്ചത്? ഈ ഏകാഗ്രത കിട്ടിയപ്പോൾ അല്പനേരം അതിരേറ്റ സുഖം. ദീപാരാധന തീർന്നു, പുറത്തിറങ്ങി, എല്ലാ സുഖവും പോയി. ഭാര്യയും ഭർത്താവുമായിട്ടാണ് കോവിലിൽ പോയി ദീപാരാധന തൊഴുതെങ്കിൽ തിരിച്ചിറങ്ങിയപ്പോ നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ വഴക്ക് വഴിനീളെ വഴക്കാണ്. പിന്നെ ഈശ്വരൻ കൊടുത്ത സുഖം തീർന്നു, എല്ലാം തീർന്നു. ഒരു സിദ്ധന്റെ അവിടെ പോയി എത്ര പേരെനിക്കറിയാം. എന്താ സിദ്ധനെ ഭജിച്ചു, ചില ബുദ്ധിമുട്ടുകൾ വന്നു, സിദ്ധൻ സഹായിക്കുന്നില്ലെന്ന് തോന്നി. വളരെ പ്രശസ്തനായ ഒരാൾ റോഡിൽ കിടന്ന് വിളിച്ചതായിട്ട് എനിക്കറിയാം. ആ പടമൊക്കെ എടുത്ത് ദൂരായിരുന്നു. ഇതിന് ഈശ്വരന്റെ പടം, സുബ്രഹ്മണ്യന്റെ പടം വെച്ച് പൂജിക്കുന്നു. പല ദുഃഖങ്ങളും വന്നു. എടുത്തെറി ആ പടം പൂജാമുറിയിൽ. ഇനി എന്തിനത് വെച്ചിരിക്കുന്നു? ഇതാണ് രഹസ്യം. കോവിലിൽ ദീപാരാധന തൊഴുമ്പോ മനസ്സൽപ്പം ഏകാഗ്രപ്പെടുന്നു, സൂഹിക്കുന്നു, തിരിച്ചറിയുമ്പോൾ അതൊക്കെ പോയി. അവിടെ ഇരിക്കുന്ന ഈശ്വരനാണ് സുഖം തന്നത് എന്ന് കരുതിയാൽ മൂഢത. സുഖം നാം തന്നെയാണ്. ഞാൻ എന്ന ബോധം ശുദ്ധ സുഖസ്വരൂപമാണ്. ദയവ് ചെയ്ത് രാഗദ്വേഷങ്ങളും ഒക്കെ ഒന്ന് മാറ്റൂ. അവനവനോട് സ്നേഹമുണ്ടെങ്കിൽ എന്തിനീ രാഗദ്വേഷങ്ങൾ? പലരും ദുഃഖിക്കുന്നത് തനിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, മറ്റുള്ളവർക്ക് ചില സുഖങ്ങൾ ഉണ്ടാവുന്നു.